കൃഷ്ണ കളരി മാർഷൽ ആർട്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് പറയാൻ വരുന്നത്, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂണ്ടുമർമ്മ പ്രയോഗങ്ങൾ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്, അതിൻ്റെ ബേസിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക്കൽ ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടുണ്ട്. അതിൻ്റെ നാലാമത്തെ വീഡിയോയിൽ നിങ്ങൾക്കതിൻ്റെ ആ പൊസിഷൻ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. ചൂണ്ടുമ്പോൾ അത് ഒരുപാടുണ്ട് കേട്ടോ. കയ്യിൽ ചെയ്യുക, കഴുത്തിൽ ചെയ്യുക, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റും, വയറിൽ ചെയ്യാൻ പറ്റും, ശരീരത്തിൻ്റെ ഇമ്പോർട്ടായ ഒരു ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചൂണ്ടുമർമ്മങ്ങൾ പ്രയോഗിക്കാൻ പറ്റും. ചൂണ്ടുമർമ്മം ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയാണ് ചൂണ്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതിങ്ങനെ ചൂണ്ടിയിട്ടും പ്രയോഗിക്കാൻ പറ്റും. വിരലൊക്കെ നല്ല ബലമുണ്ടാകണം ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ അത് ഈ കൈക്ക് ഒരു പ്രയോഗമുണ്ട്. 5 മർമ്മസ്ഥാനങ്ങളിലാണ് ഈ കൈ വന്ന് ചേരുന്നത്. 5 മർമ്മസ്ഥാനങ്ങളിൽ ഈ കൈ ചേരുകയും അതിനെ 5 മർമ്മത്തെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത മർമ്മസ്ഥാനത്തിലേക്കാണ് പ്രയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞു. ആരും ചെയ്തു നോക്കരുത് കേട്ടോ. അതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ അടങ്കൽ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ശരീരം വേറെ രീതിയിൽ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ 5 മർമ്മസ്ഥാനത്തിലും 6 മർമ്മസ്ഥാനം കൂടി ഉപയോഗിക്കുന്നതാണ് ഒരു ചൂണ്ടുമർമ്മ പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? അതിഗൗരവമായിട്ടുള്ള ഒരു മർമ്മത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 6 മർമ്മം കൂടി ചേരുന്നതാണ് ഒരു ചൂണ്ടുമർമ്മം. മനസ്സിലായില്ലേ? ഒരു ട്രാൻസ്ഫോമറും മൊത്തം അത് കറണ്ട് ട്രാൻസ്ഫോമറിൽ നിന്നാണ് എല്ലാവിടേക്കും പോകുന്നത്. മനസ്സിലായില്ലേ? അതാണ് നിയന്ത്രിക്കുന്നത്. അന്ന പോലെ നമ്മുടെ ശരീരത്തെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ശരീരം. അതിൻ്റെ ഇമ്പോർട്ടായ ഭാഗത്താണ് നമ്മൾ ഈ 5 മർമ്മസ്ഥാനത്ത് 6ാമത്തെ മർമ്മസ്ഥാനത്തിലാണ് ചൂണ്ടിക്കൊണ്ട് പ്രയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് ഞാൻ ഘട്ടം ഘട്ടമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം.